പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രൈസ്തവ സഭയുടെ നോമ്പ് കാലമാണ് ഇത്. നോമ്പ് കാലത്ത് കഴിവിൽ പരമാവധി ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും വിളിച്ചു കൂട്ടാതെ ഇരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങളെ വീണ്ടും നിങ്ങളേക്ക് വിളിച്ചു കൂട്ടുവാനായിട്ട് ഇടയാക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ പുതിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഉള്ളത്. തീർച്ചയായും നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് എന്തോ വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ്. ചില കാര്യങ്ങൾ സഭാമക്കളെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നതുകൊണ്ട് അത് ആ വിഷമം സമൂഹത്തെ അറിയിക്കണം എന്നത് ഒരു പരമപ്രധാനമായ കാര്യമായവരാണ് നിങ്ങളെ ഒന്ന് വിളിച്ചു കൂട്ടാൻ ഇട വന്നത്. എല്ലാവരും വന്നതിലുള്ള സന്തോഷം അറിയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 2017 ജൂലൈ മാസം 3-ാം തീയതി ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം മലങ്കര സഭയിലെ 2 വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് മനോഹരമായി ഒന്നായി പോകുന്നതിന് വേണ്ടിയുള്ളതായ നല്ലൊരു വിധിന്യായമാണ് നൽകിയത്. അതിനെ ഉൾക്കൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പല പ്രാവശ്യം പല രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അതിനൊന്നും ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടവും അതിന് അനാവശ്യമായ പിന്താങ്ങൽ നൽകുന്നതായ ഭരണകൂടവും ഒക്കെയാണ് കുറച്ച് നാളുകളായി കാണപ്പെടുന്നത്. സുപ്രീം കോടതി വിധിയിൽ വളരെ ഭംഗിയായ 2 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. അതിലൊന്നാമത്തേത്, മലങ്കര സഭ ഒരു പരമാധികാര ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്ന് നിലനിൽക്കുന്നതാണ്. അതിന് വ്യക്തമായ ഒരു ഭരണ സംവിധാനം 1934 രൂപപ്പെടുത്തിയ സഭാ ഭരണഘടന വഴി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിൽ ഭരണഘടനയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ചൊരു സഭയിൽ പോകണം. ഒരു സമാന്തര ഭരണം സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നത് കോടതി വിധിയുടെ 2017 ജൂലൈ മുതൽ വിധിയുടെ 219 പേജിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൂടാതെ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. 1936 ഭരണഘടന അത് സാധുവാണ്. സഭയിലെ എല്ലാ പള്ളികളെയും ബന്ധിക്കുന്നതാണ്. ഇക്കാരണത്താൽ ഇന്ത്യൻ ഭരണഘടനയുടെ 25, 26 അനുച്ഛേദനം നൽകുന്ന അവകാശങ്ങളുടെ പ്രയോഗം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കും അവരുടെ 2002 പുതിയ ഭരണം ഉണ്ടാകണമെന്ന് നിശ്ചയിക്കാവുന്നതല്ല എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ മറുഭാഗം 2002 ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നതാണ്. 1934 ഭരണഘടന മാത്രമേ സാധുവായിട്ടുള്ളൂ എന്നും അത് മാത്രമേ മലങ്കര 2 വിഭാഗങ്ങൾക്കും ബാധകമായിട്ടുള്ളൂ എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. കാത്തലിക് കേസിന്റെ ആത്മീയ മേൽക്കോയ്മ അതെല്ലാവർക്കും സ്വീകരിക്കാവുന്ന, വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആത്മീയ മേൽക്കോയ്മ സ്വീകരിക്കാവുന്ന കാര്യം. എന്നാൽ സുപ്രീം കോടതി വളരെ ഭംഗിയായി അതിനും വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലങ്കര സഭയുടെ ഉള്ളിലേക്ക് മലങ്കര സഭയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ കാത്തലിക് കേസിന് പ്രവേശിക്കുവാനുള്ള അനുവാദം ഇല്ല. അത് പട്ടപ്പട നടത്തുന്നതിലായാലും സ്ഥാനമാനങ്ങൾ നൽകുന്നതിലായാലും എന്ത് കാര്യം ചെയ്യുന്നതിലായാലും മലങ്കര സഭയുടെ ഭരണഘടന അനുശാസിച്ച് മാത്രമേ ആകാവൂ എന്നുള്ളത് വളരെ ശക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങൾ പറയുന്ന കാര്യമല്ല, ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയാനൊക്കെയല്ല, ഉൾക്കൊണ്ടുകൊണ്ട് മനഃപൂർവ്വം സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഒരു വിഭാഗം തുനിയുമ്പോൾ അതിന്
നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനം. അത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളതായ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കാണുന്നതായ കാഴ്ച. അത് ഒരു സാധാരണ പൗരൻ, സഭാംഗം എന്ന നിലയ്ക്കല്ല, ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തതായ ഒരു വിഷയമാണ്. മലങ്കര സഭ 2017 ജൂലൈ മാസം 3-ാം തീയതി ഈ വിധിന്യായം വന്ന സമയം മുതൽ തന്നെ പല രീതിയിൽ വിട്ടുവീഴ്ചകളോടുകൂടി, എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സഭാഭരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമാന്തര ഭരണം കൂടാതെ വളരെ ഭംഗിയായി സമാധാനം ഉണ്ടാക്കി അത് ശാശ്വതമായി നിലനിർത്തി മുന്നോട്ട് പോകാമെന്ന് പല രീതിയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. സർക്കാർ വഴിയും പ്രസിദ്ധീകരണങ്ങൾ വഴിയും മറ്റുള്ള സംഭാഷണങ്ങൾ വഴിയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിയമലംഘനം കൃത്യമായി നടത്തുന്ന ഒരു കൂട്ടമാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുടം പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴിത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ത്യോക്യയിലെ പാത്രിക്കീസ് ലെബനോനിൽ അല്ലെങ്കിൽ ബെയ്റൂട്ടിൽ വെച്ച് നടത്തുന്നത് ഒരു വാഴ്ചയാണ്, ഒരു പട്ടംകടയാണ്. പട്ടംകട എന്ന് പറയാനൊക്കെയല്ല, അതൊരു സ്ഥാനത്തേക്കുള്ള പ്രവേശനമാണ്. മറ്റൊരാൾക്ക് സ്ഥാനം നൽകുകയാണ്, സ്ഥാനാരോഹണമാണ്. ആ സ്ഥാനാരോഹണം നൽകുന്നത് ഇന്ത്യയിലെ ഒരു കാതോലിക്ക അല്ലെങ്കിൽ മഫ്രിയാന എന്ന പേരിലൊക്കെയാണ്. അതിനകത്ത് വിരോധമൊന്നുമില്ല. അന്ത്യോക്യ പാത്രിക്കീസിന് തനിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങനെ കൊടുത്തതിന് വിരോധമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. എന്നാൽ മലങ്കര സഭയുടെ സത്തയെയും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് ഒരു വിദേശ പൗരനായ അന്ത്യോക്യ പാത്രിക്കീസ് കാട്ടിക്കൂട്ടുന്ന പ്രവണതകളെ വളരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളിലൂടെ കൃത്യമായി വരികയാണ്. കേരളത്തിന്റെ നിയമമന്ത്രി ഉൾപ്പെടെയുള്ള ചില അംഗങ്ങൾ 7 പേര് MLA-മാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാം കൂടെ ചേർന്ന് സർക്കാരിന്റെ ചെലവിൽ, പൊതുജനത്തിന്റെ കഷ്ടപ്പെട്ട കൊടുക്കുന്ന പണത്തിന്റെ ചെലവിൽ ലെബനോനിൽ പോയി ഈ സമാധാന ഭരണം ഉണ്ടാക്കുന്നതിന് കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച. അത് വഞ്ചനാപരമാണ്. ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. നമ്മുടെ സമൂഹത്തിൽ അത് ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരു അന്തരീക്ഷമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തിന് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത മന്ത്രിസഭയിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ നിയമസഭയിലെ അംഗങ്ങൾ നിയമം തെറ്റിക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന രീതിയിലുള്ളതായ പ്രവണതകൾ, അത് സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്ത് കൊണ്ട് ചെയ്യുന്നത്. വ്യക്തികൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം, അതൊന്നും ഇവിടെ തർക്കമൊന്നുമില്ല വ്യക്തിപരമായി. എന്നാൽ വ്യക്തിപരമല്ലാത്ത രീതിയിൽ കേരള സർക്കാർ തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. സപ്പോർട്ട് കൊടുത്ത് ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുമ്പോൾ ഈ ശരിയായ നിയമം പാലിക്കുന്ന ഭാരത പൗരന്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നതായ കഠിനമായ ഒരു മുറിവാണ് അത് എന്നത് കേരളം ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആശാ വർക്കർമാർ ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. വെയിലത്തും മഴയത്തും അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവരുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റാതിരിക്കുന്നത് ഖജനാവിൽ പണമില്ല എന്ന് പറയുന്ന രീതിയിലാണ്. പണമില്ല എന്ന് പറയുകയാണ്. പക്ഷെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സർക്കാരാണ് ഇത് എന്നതിന്റെ ഉത്തമ തെളിവാണ് കേരളത്തിലെ ഒരു സഭയിൽ, നീതി നിയമം അനുസരിച്ച് പോകുന്ന ഒരു സഭയിൽ സമാന്തര ഭരണം സൃഷ്ടിക്കാനുള്ള വഴികൾ തെളിയിക്കുന്ന ഒരു അനാവശ്യ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെ മന്ത്രി ഉൾപ്പെടെ, അത് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ, നിയമം ലംഘിക്കുന്ന പരിപാടിക്ക് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നതായ കാഴ്ച അത് സുഖകരമല്ല, വഞ്ചനാപരമാണ്, നിയമലംഘനമാണ്, ഭാരതത്തിന്റെ ഭരണഘടനയുള്ള വെല്ലുവിളിയാണ്, കേരളത്തിൽ ജനത്തോട് കാണിക്കുന്ന ദ്രോഹമാണ്. കൈയടിക്കാനും
പാട്ട് പാടാനും ഒക്കെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കാണുമായിരിക്കും. വോട്ട് നൽകുവാനും ചിലപ്പോൾ ചില ആളുകൾ കാണുമായിരിക്കും. നിയമം തെറ്റിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന ഒരു ധാരണയാണ്, അതോ വേറെ എന്തെങ്കിലും കാരണമാണോ അതിന് പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയാനായിട്ട് ഒക്കുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് ധാരണയെങ്കിൽ നിയമം അനുസരിച്ചും നിയമം ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നതായ സമൂഹങ്ങൾ ഇവിടെ ഉണ്ട്. അവര് ഇത് മനസ്സിലാക്കണം. കേരളത്തിലെ പാവപ്പെട്ടവരെ പണമെടുത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന രീതികൾ കേരളത്തിൽ ഇപ്പോൾ പലതരത്തിൽ നിലനിൽക്കുന്നു എന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ്. കേരളത്തിലെ ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും, അത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരാകട്ടെ, മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരാകട്ടെ, ഭരണത്തിലിരിക്കുന്നവരാകട്ടെ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സമൂഹത്തിന് ഉണ്ടാകുന്നതായ വളരെ ദോഷകരമായ ഒരു അവസ്ഥയാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണ്. ഇവിടെ ചോദിക്കാറുള്ള ചോദ്യം, 2017 ജൂലൈ മാസം 3-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം സഭ ഒന്നാകണമെന്ന്, സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്ന് സ്ഥിരമായി പറയുന്ന മലങ്കര സഭയുടെ വീഴ്ച എവിടെയാണ്? അത് ചൂണ്ടിക്കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മലങ്കര സഭയിൽ അങ്ങനെ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാം. ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം വളരെ വ്യക്തമായ ചിന്തകളോടുകൂടി വ്യക്തമായി സ്ഫുടമായി എഴുതി തന്നിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സഭ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി എവിടെയെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാമെങ്കിൽ അതൊക്കെ ചെയ്ത് സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കാം എന്ന് പറയുന്ന മലങ്കര സഭയുടെ വീഴ്ചകൾ എവിടെയാണെന്ന് ചൂണ്ടിക്കാണും. ഇത് ഞാൻ പറയുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ സമാന്തര ഭരണം രൂപപ്പെട്ടു വന്ന സഭയിൽ അവരുടെ സഭാ നേതാവ് അഭിമന്യ പിതാവ് കാലം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ശവശരീരത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലപാടുണ്ടായിരുന്നു. മലങ്കര സഭ പോലെയുള്ള അല്ലെങ്കിൽ എതിരാളികൾക്ക് നിലപാടില്ലായിരുന്നു ഒക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടായിട്ട് മനസ്സിലാക്കിയത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് കേൾക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാലം ചെയ്ത ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പറയുകയാണ്, കോടതിയിൽ വെച്ച വള്ളികളുണ്ടെങ്കിൽ കോടതിക്ക് ഇരിക്കട്ടെ, അല്ലാത്തവർ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തവർ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന നിലപാടുകൾ മാത്രമേ ഞങ്ങൾക്കറിയൂ. അത് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. ആ നിലപാടാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ളതായ പരിപാടികൾ വരുമ്പോൾ ഈ കേരളത്തിന്റെ പൊതുജനത്തിന്റെ പണമെടുത്ത് മന്ത്രിമാർക്കും നിയമസഭാ സാമാജികർക്കും ഒക്കെ വിദേശയാത്ര നടത്തി ആശാവർക്കന്മാരെ പോലുള്ള പാവപ്പെട്ട ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ ജീവിച്ചു പോകുന്ന, ഭരിച്ചു പോകുന്ന പ്രവണതയ്ക്ക് കാരണമാകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് വളരെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. കുറച്ച് നാളുകളായി, വർഷങ്ങളായി മലങ്കരകൾ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ തച്ചുടയ്ക്കുവാൻ വേണ്ടി ഏതെങ്കിലും വിദേശികൾ വന്ന് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരും പടം പിടിച്ച് അനാവശ്യമായ പ്രവണതകൾ സൃഷ്ടിക്കുന്ന ഈ രീതി ഇനിയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോൺസൺ മോനാട്ടച്ഛനും അതുപോലെ തന്നെ വൈദ്യ ശ്രീ ബഹുമാനപ്പെട്ട അമീർ അച്ഛനും നിങ്ങളോട് പങ്കെടുക്കുന്നതായിരിക്കും. തിരുമേനി പറയാനുള്ളതൊക്കെ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും പത്രമാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളെ കേൾക്കുന്ന ആളുകളും ഇത് രണ്ട് സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വളരെ ഗൗരവമായ കേരളം പോലുള്ള സംസ്ഥാനം വളരെ ഗൗരവമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട അതിന്റെ ഗൗരവത്തിലേക്ക് അത് പോകുന്നില്ല. കാരണം അത് രണ്ട് സഭകൾ തമ്മിലുള്ള വിഷയമായിട്ട് നിങ്ങൾ കാണുന്നു. ഏറ്റവും കൗതുകരമായ ഒന്ന്, സുപ്രീം കോടതി വിധികൾക്ക് ശേഷം രണ്ട് സഭകൾ എന്ന് തന്നെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയും അങ്ങനെയൊന്നില്ല. കോടതി വിധികളും മറ്റെല്ലാ സാധ്യതകളും മലങ്കര സഭ എന്ന ഏക സഭയാണ് വിഭാവനം ചെയ്യും. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. കേരളം ഇപ്പോഴും ഒരു ജനാധിപത്യ സംസ്ഥാനമല്ലേ എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. കേരളം ഇപ്പോഴും ഒരു ജനാധിപത്യ സംസ്ഥാനമല്ലേ? രണ്ട്, നിയമസാക്ഷരതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് പലപ്പോഴും അതിന്റെ ശരിയായ തലത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. തിരുമേനി പറഞ്ഞതിലും അതിന്റെ സാധ്യതകൾ നിറഞ്ഞു നിന്നിരുന്നു.
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സുപ്രീം കോടതി വിധി വളരെ അസന്നിഗ്ധമായി പല പ്രാവശ്യം പറഞ്ഞു എന്താണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, അതെങ്ങനെയാണ് ഭരിക്കപ്പെടുക, അതൊരു ട്രസ്റ്റാണ്, ആ ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക. ആ ഒരു ട്രസ്റ്റ് എന്ന നിലയിൽ വരുമ്പോൾ ഭാരതത്തിന്റെ ട്രസ്റ്റ് ലോ അനുസരിച്ച് അതിൽ ഭൂരിപക്ഷമില്ല, ന്യൂനപക്ഷമില്ല. ഒരു ഭൂരിപക്ഷത്തിന് അതിനൊരു വെടിതെറിക്കാനും പോലും കൊണ്ടുപോകാൻ കഴിയും എന്ന് സുപ്രീം കോടതി. എന്നാൽ വളരെ കുറെ നാളുകളായി ഇതിനെല്ലാം മാറ്റി നിർത്തി നിരന്തരമായി കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് പലതും വിളിച്ചു പറയുകയും പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ഇതിന് സർക്കാരുകൾ വളരെ നഗ്നമായി കൂട്ടുപിടിക്കുക. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ക്വാളിറ്റി അത് ന്യൂട്രൽ ആകുക എന്നുള്ളതാണ്. ന്യൂട്രൽ ആയില്ലെങ്കിൽ പിന്നെ അവിടെ ജനാധിപത്യം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്, ജനാധിപത്യ രാജ്യമാണോ? ന്യൂട്രൽ ആകാത്ത ഒരു സ്റ്റേറ്റിന് എങ്ങനെയാണ് മലങ്കര സഭാ തർക്കത്തിൽ ഇടപെടാൻ പറ്റുന്നത്? പക്ഷം പിടിക്കുന്ന ഒരു സ്റ്റേറ്റിന് എങ്ങനെയാണ് മലങ്കര സഭയുടെ തർക്കത്തിൽ ഇടപെടാൻ പറ്റുന്നത്? ന്യൂട്രൽ അല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഒന്ന് തിരുമേനി സൂചിപ്പിച്ചു, പരസ്യമായി നിയമം മൂലം 2002 ഭരണഘടന ഇല്ല എന്ന് പറയും, അങ്ങനെ ഒരു സഭ ഇല്ല എന്ന് പറയും. മറുവിഭാഗം കൂടെ നൽകിയ ലിസ്റ്റുകൾ പരിശോധിച്ച് സുപ്രീം കോടതി നിരീക്ഷകൻ ജസ്റ്റിസ് ആദരണീയനായ മണിമൺ വിളിച്ചുകൂട്ടിയ മലങ്കര അസോസിയേഷൻ അസന്നിഗ്ധമായി അതിന്റെ മലങ്കര പത്രാപോലിത്തെയും കാതോലിക്കായും തെരഞ്ഞെടുക്കപ്പെട്ട് അതിന്റെ പള്ളികൾ അങ്ങനെ ഭരിക്കപ്പെടണം, ഇനി മറ്റൊരു കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ നിയമമാണ്. ആ നിയമം നിലനിൽക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് 2002 ഭരണഘടന ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു സഭ നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സഭയ്ക്ക് എങ്ങനെയാണ് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? അതിന്റെ അർത്ഥം വിധികൾ ലംഘിക്കപ്പെടണം എന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടി വരിക. അതാണ് ഇതിന്റെ മലയാളം. രണ്ടാമത്തെ വിഷയം, ഈ മലങ്കര സഭ വിഷയത്തിൽ വളരെ നഗ്നമായ പങ്കുചേരൽ. സുപ്രീം കോടതിയിൽ അടുത്ത കാലത്ത് ഒരു കേസുണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റേറ്റ് ആണ് പോയത്. അത് അവിടെ വാദിച്ച ആളാണ്, ഏറ്റവും സീനിയർ വക്കീലാരാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം എത്ര രൂപ വാങ്ങിച്ചാണ് തന്റെ കേസുകൾ അപ്പീൽ ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് സ്റ്റേറ്റിന്റെ തുകയാണ്. അപ്പൊ അത്രമാത്രം ഇൻട്രസ്റ്റ് ആ കാര്യത്തിൽ കാണിക്കുകയാണ്. എന്താണ് ഇത്രമാത്രം ഈ സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ന്യൂട്രൽ അല്ലാതെ പോകുന്നത്? അതിന് ഏറ്റവും ഇങ്ങേയറ്റത്തെ ഒന്നായിട്ടാണ് ഇപ്പൊ തിരുമേനി സൂചിപ്പിച്ച ഒന്ന്, ലെബനോനിലേക്ക് ഉള്ള ഒരു ഡെലിഗേഷൻ. എങ്ങനെയാണ് നിയമപരമായി നിലനിൽക്കാത്ത ഒരു സംവിധാനത്തിന് സ്റ്റേറ്റിന് ഡെലിഗേഷനെ വെക്കാൻ പറ്റുക? എങ്ങനെയാണ് ഡെലിഗേഷനെ അയക്കാൻ പറ്റുക? അപ്പൊ ഇതെല്ലാം ചോദിക്കുമ്പോ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇവിടെ ചെയ്യുന്ന എന്താ മലങ്കര സഭയുടെ ഭാഗത്തുനിന്ന് വീഴ്ച എന്താ ഒന്ന് പറഞ്ഞാൽ പോകായിരുന്നു. കാരണം ഇതുവരെ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് നടത്തിയ എല്ലാ അനുരഞ്ജന ചർച്ചകൾക്കും മലങ്കര സഭ പോയിട്ടുണ്ട്. ഒരു അനുരഞ്ജന ചർച്ചകൾ പോലും ബഹിഷ്കരിച്ചിട്ടില്ല. പരിശുദ്ധ ബാബാ തിരുമേനിയെ നേരിട്ട് പല സമ്മേളനങ്ങളിലും പല ആലോചന സഭയിൽ പോയിട്ടുണ്ട്. മലങ്കര സഭ അതിന്റെ സമിതികളുമായിട്ട് ആലോചിച്ചിട്ട് പ്രപ്പോസലുകൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് സുപ്രീം കോടതി വിധി കൊണ്ട് അത് നടത്തി തരില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അതൊരു രണ്ട് സഭകളെ ബാധിക്കുന്ന മാത്രം വിഷയമാണോ? അത് ഈ സ്റ്റേറ്റിന്റെ ഭരണ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയമല്ലേ? ഇത് നാളെ ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സംഘടിച്ച് ഇങ്ങനെ വിലപേശാൻ തുടങ്ങിയാൽ ഇവിടുത്തെ സ്റ്റേറ്റിന്റെ സ്ഥിതി എന്താ? എന്റെ അവസ്ഥയുണ്ട്. അതിനാണ് പറയുന്നത് അവിടെ ജനാധിപത്യം മരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ ഒരു ബോധ്യം, കേരളത്തിൽ ജനാധിപത്യം മരിക്കുന്നു. അതിന്റെ അടയാളമാണത്. ജനാധിപത്യം മരിച്ച പിന്നെ എന്താണ് വളരുക? നിങ്ങൾക്കറിയാം, ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. ജനാധിപത്യം ഇല്ലാതെ പോയ പിന്നെ എന്താ വളരുക? അതുകൊണ്ട് സുപ്രീം കോടതി വിധി അല്ലെങ്കിൽ ആർജവത്തോടെ ഈ മലങ്കര സഭയിൽ ജസ്റ്റിസ് മളിമൺ സുപ്രീം കോടതി വിധി മലങ്കര സഭ എന്താണെന്നും ഏതൊക്കെയാണ് മലങ്കര സഭയുടെ പള്ളികളെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് വെളിയിൽ എന്തെങ്കിലും സംഭവത്തെ പറ്റി പറയുന്നെങ്കിൽ തിരുവരി ഞങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. ആര് വാഴിക്കുന്നതിലും ആര് വരുന്നതിലും ആര് പോകുന്നതിലും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതിവിടുത്തെ ഇതര ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും കൂടെ തിരിച്ചറിയണം. എന്നാലും മലങ്കര സഭയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി നടത്തിയ കമ്മീഷൻ വന്ന് തെളിവെടുത്ത് ഇത് മലങ്കര സഭയുടേതാണ് എന്ന് പറഞ്ഞ പള്ളികളുടെ ഭാഗമാക്കാനാണ് ഈ വാഴ്ചയെങ്കിൽ അത് നീതി നിഷേധമാണ്, നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ കേരള സർക്കാർ ഒരു ഡെലിഗേഷനെ പ്രഖ്യാപിച്ചുവെങ്കിൽ അത് കോർട്ട് ഇലക്ഷനാണ്.
കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോർട്ട് ആക്ഷനാണ്. അതിനെതിരെ മലങ്കര സഭയ്ക്ക് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെ വരും. അത് കോർട്ട് ആക്ഷനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മലിമഡ് കണ്ടെത്തി സമർപ്പിച്ച ലിസ്റ്റ്, അതിൽ വിഭാവനം ചെയ്തിരിക്കുന്ന മലങ്കര സഭ, സുപ്രീം കോടതി വിഭാവനം ചെയ്തിരിക്കുന്ന മലങ്കര സഭ, ആ സഭയെ ബാധിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് പലപ്പോഴും പല പള്ളികളും ഇപ്പോഴും സംഘബലം കൊണ്ടവർ വെച്ചിരിക്കുകയാണെന്നറിയാം. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, മലയാളത്തിൽ സംസാരിക്കണമെന്ന്. ഒരു മൈനോറിറ്റി ഇഷ്യൂ ആണ് കഴിഞ്ഞ കുറെ നാളായി ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നത്. ഈ അടുത്ത കാലത്തെ സുപ്രീം കോടതി കേസിലും ഈ മൈനോറിറ്റി ഇഷ്യൂ ഉയർത്തി. സുപ്രീം കോടതി അവിടെ ഒരു ഡയറക്ഷൻ കൊടുത്തു സ്റ്റേറ്റിനോട്, കേരളം മുഴുവൻ ഓർത്തഡോക്സ് യാക്കോബായി കണക്കെടുത്തോളാൻ. നിങ്ങൾക്കറിയാം കണക്കെടുക്കും എന്ത് വേഗത്തിലായിരുന്നറിയാം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഫയൽ നീക്കിയ ഏക പ്രക്രിയയാണ്. അത് കൊണ്ട് കൊടുത്തു. പക്ഷെ മലങ്കര സഭയുടേതായ കാഴ്ചപ്പാടുകൾ വ്യക്തമായി അവിടെ അവതരിപ്പിച്ചു. പിറ്റേ പ്രാവശ്യം കേസിൽ എടുത്തപ്പോൾ ആ കവർ അതുപോലെ മേടിച്ച് തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ടാ? ഇത് ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന്റെ ഇടയിൽ കണക്കെടുപ്പൊക്കില്ല, കണക്കെടുപ്പിന് ഒരു പ്രസക്തിയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത്, ഇത് മലങ്കര സഭയ്ക്ക് ഞങ്ങളുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി നിയമിച്ച നിരീക്ഷകനാൽ കണ്ടുപിടിച്ച് ഇനി ഇത് ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുത്ത ആ ലിസ്റ്റ് ഉൾപ്പെടുന്ന മലങ്കര സഭയുടെ ഭാഗമായി നടക്കുന്ന ഒരു സംവിധാനമാണ് എങ്കിൽ അങ്ങനെ ആ സംവിധാനമായിട്ടാണ് അവരിപ്പോ കൊണ്ടു നടക്കുന്നത്. ആ സഭയാണ് ഏകവിഷയമായി രണ്ട് സഭയാണെന്ന് അവർ ചിന്തിക്കുന്നത്. ഒരിക്കലും പറ്റില്ല, നടക്കില്ല. വേറെ ഏതെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായി പുതിയ സഭകളും എല്ലാം അവർ രൂപീകരിക്കുന്നു, വാഴിക്കുന്നു. ഞാൻ മലങ്കര സഭയ്ക്ക് ഒന്നും പറയാനില്ല. മലങ്കര സഭയ്ക്ക് അതിനകത്ത് യാതൊരു പ്രയാസവുമില്ല. ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏറെടുത്ത് പറഞ്ഞാൽ നിങ്ങളറിയും, പ്രമുഖമായ പല പള്ളികളും ഈ ലിസ്റ്റിൽ പെടുന്ന, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഈ ലിസ്റ്റിൽ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ കാതോലിക്ക വാഴ്ചയെങ്കിൽ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഇത് അങ്ങേയറ്റം നീതിനിഷേധമാണ്. അതിന് അന്ധമായ പൊളിറ്റിക്കൽ സപ്പോർട്ട് കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ നൽകും. അതിന് ഒളിഞ്ഞും തെളിഞ്ഞും ഇതര ക്രൈസ്തവ സഭാ നേതാക്കന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഖേദകരമാണ്, ദുഃഖകരമാണ്. അതിനുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. മലങ്കര സഭയ്ക്ക് സാധ്യമായ എല്ലാ നിയമ പ്രതിരോധവും ഇനി ഈ സർക്കാരിനെ സമീപിച്ചിട്ടൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് വ്യക്തമാണ്, അത് ന്യൂട്രൽ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഏക മലങ്കര സഭയുടെ മുമ്പിൽ അവശേഷിക്കുന്നത് നിയമപാതയിൽ സഹിഷ്ണുതയോടെ പോകുക എന്നുള്ളത് സാധ്യമായതല്ല. എല്ലാം ചെയ്യും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത്. വളരെ കൂടുതലായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനായിട്ടില്ല. തിരുമേനിയും ബഹുമാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും കേരള സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഒരു വശത്ത് ഈ സഭാ പ്രശ്നം തീരണമെന്നും സമാധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും അതിനായിട്ട് ചർച്ചകൾക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും പരിശുദ്ധ ബാബാതിരുമേനോട് തന്നെ നേരിട്ട് ചർച്ചകൾക്ക് വേണ്ടി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഈ സമാധാനാവസ്ഥയുടെ നേരെ വാതിലടയ്ക്കുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടി കുട പിടിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം ഈ മാസം അവസാനം ലെബാനോണിൽ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നതായ ആ ചടങ്ങിലൂടെ മലങ്കര സഭയുടെ സമാധാനം ഒരിക്കൽ കൂടെ ഭംഗപ്പെടാൻ പോവുകയാണ്. അത് അവരെ ഇഷ്ടം പോലെ ചെയ്യുന്നത് നമുക്കൊന്നും പറയാനായിട്ടില്ല. പക്ഷെ അതിന് ഈ ഗവൺമെന്റ് കൂടെ പിടിക്കുന്നു. ഈ ഗവൺമെന്റ് ചെലവിൽ ഒരു ഡെലിഗേഷനെ അയക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം. അത് ഏതെങ്കിലും സഭയുടെ തലവനെ ഇതുപോലെ വിദേശത്ത് വെച്ച് വാഴിക്കുമ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കൃത്യമായിട്ടല്ല ഡേറ്റയും പഠിച്ചിട്ടല്ല പറയുന്നതെങ്കിലും അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും മറ്റു കോടതികളും വിധിച്ചിട്ടുള്ള വിധികൾ, പോലീസ് പ്രൊട്ടക്ഷനുകൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട വിധത്തിലും സമയത്തിലും പൂർണ്ണമായി നടപ്പാക്കി തരുന്നില്ല. ചിലത് നടപ്പാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എന്നാൽ എല്ലാം നടപ്പാക്കി തരുന്നില്ല. ഒരു വശത്തിന് വേണ്ടി കോടതിയിൽ കേസ് കൊടുക്കുന്നു, വാദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സമാധാനാവസ്ഥയെ ലംഘിക്കുന്നതിന് വേണ്ടി ക്രമീകരിക്കുന്നതായ ഒരു ഫംഗ്ഷനില് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക ഡെലിഗേഷനെ ഗവൺമെന്റ് ചെലവിൽ അയക്കുന്നു എന്നുള്ളത് ഇതാണ് പറഞ്ഞ ഇരട്ടത്താപ്പ് നയമാണ്. ഒരു വശത്ത് സമാധാനം എന്ന് പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുകയും
ഞങ്ങളോട് ചർച്ചകൾക്ക് താല്പര്യം കാണിക്കുകയും ചെയ്യുകയും മറുവശത്ത് സമാധാനത്തിന്റെ വാതിൽ അടച്ചു കളയുന്ന പദ്ധതികൾക്കായിട്ട് ഉടപിടിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം. ഇത് ഈ സർക്കാരിന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ ഈ സർക്കാരിൽ നിന്ന് ഞങ്ങൾ എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത്? ഇത് ഞങ്ങളെ സമാധാനത്തിൽ എന്ന് പറയുന്ന ക്ഷണിക്കുന്നതൊക്കെ ചതിക്കുഴികളായിട്ട് മാറുമോ എന്ന് ഞങ്ങൾ ഭയന്നു പോയെങ്കിൽ അതിൽ ഞങ്ങളെ തെറ്റു പറയാനായിട്ടുണ്ടോ? നിയമപരമായ സാധ്യത പൗരന്റെയും സഭയുടെ അവകാശമല്ലേ? അതിനെപ്പറ്റി സഭ ഗൗരവമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓർമ്മസഭ ഉന്നയിക്കുന്ന പല വിഷയങ്ങളോടും സർക്കാർ മുഖം തിരിഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സാധനം വീണ്ടും ഈ സർക്കാരിന്റെ മന്ത്രിമാരുടെ സർക്കാരിന്റെ പ്രതിനിധികളെ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞാൽ അവരെ സഭയുടെ ചടങ്ങുകൾ പങ്കെടുപ്പിക്കാതിരിക്കാതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വിവരങ്ങൾ ലഭിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സമിതികളുടെ ആലോചനയും തീരുമാനങ്ങളും ഒക്കെ വേണമല്ലോ. അല്ലാതെ ഒരു ദിവസം വെറുതെ നമുക്ക് പ്രഖ്യാപിച്ചാൽ പോരല്ലോ. സഭയ്ക്ക് സഭയുടെ അതിന്റെ അന്തസ്സും അതിന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ വേണം. ഒന്നും ചെയ്യാൻ മടിയുള്ള ഒന്നല്ല. നിങ്ങൾക്കറിയാം സഭത്തിൽ പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രതിരോധമാണ് സഭ. ബഹിഷ്കരണം ഒരു 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 പ്രയോജനപ്പെടുന്ന ഒന്നായി കണ്ട സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. അതിലേറെ പ്രയോജനപ്പെടുന്ന മറ്റു പലതും ഉണ്ടെങ്കിൽ സഭയ്ക്ക് ആലോചിക്കാമല്ലേ? അല്ലേ? സഭയ്ക്ക് ആലോചിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സഭ തീർച്ചയായിട്ടും ആ വിഷയത്തൊക്കെ ഗൗരവമായി പഠിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ബ്രൂവറി വിഷയത്തിലടക്കം സഭ സർക്കാരിന്റെ വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അത്ര സർക്കാരിന്റെ ഇത്ര നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണോ സഭയ്ക്കെതിരെ സർക്കാർ സ്ഥാപിക്കുന്നത്? അതാണോ എന്നത് നിങ്ങൾ തന്നെ അവരോട് ചോദിച്ചാൽ എന്തായാലും ഞങ്ങൾക്ക് ബ്രൂവറി ഉണ്ടാക്കുന്നതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാനാണ് ഒക്കെയല്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ഒരു വീടിനകത്ത് തന്നെ ഒരു അപ്പനും അമ്മയ്ക്കും കിടന്നുറങ്ങാനൊക്കാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ പുറത്തുള്ളവരായിരുന്നു പേടി, ഇപ്പൊ അകത്തുള്ളവരെ പേടിക്കുകയാണ്. അപ്പോഴാണ് ബ്രൂവറി മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കേരള സമൂഹത്തെ കംപ്ലീറ്റ്ലി നശിപ്പിക്കാൻ പോകുന്നത്. അത് ശരിയാണ് എന്ന് പറയാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തായാലും പറ്റിയല്ല. സഭ എപ്പോഴും പീഡ സഹിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് സഭയ്ക്ക് പീഡ കിട്ടുന്നെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ എന്ന് കരുതിക്കൊള്ളണം എന്ന് മാത്രമേ പറയാം. പിന്നെ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ എല്ലാ നയങ്ങളേക്കും അവസാന പാടിയാലേ ഒരു സമൂഹത്തിനും സമുദായത്തിനും നീതി കിട്ടൂ എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ ജനാധിപത്യം മരിക്കുന്നു. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുടെ കാര്യം മാത്രമല്ല, മറ്റു പലയിടത്തുണ്ട്. കോടതിയുമായിട്ട് വന്ന പിന്നെ പ്രമുഖരായ പലർക്കും ജോലി പ്രവേശിക്കാൻ പറ്റുന്നില്ല. പൊതുവെ ഇതാണ് നയം. അപ്പൊ സ്തുതി പാടിയാൽ മാത്രമേ കേരളത്തിൽ നീതി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യം മരിച്ചു എന്ന് ഞങ്ങൾ പറയുന്നതിൽ വിശ്വസിക്കുന്നതിലും എന്താർത്ഥം? സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ സഭ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങൾ സമയത്ത് അങ്ങനെയും പിന്നെ മെസ്സേജും കമ്മ്യൂണിക്കേഷനും പോയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കും. നല്ലതിനെ നല്ലതായും ചീത്തയെ ചീത്തയായും എപ്പോഴും പറയാനായിട്ട് സഭ റെഡിയാണ്. സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനോട് യാതൊരു മുൻവിധിയുടെ സമീപനം ഓർത്തഡോക്സ് സഭയ്ക്കില്ല, ഇനിയില്ല. പക്ഷെ മുൻവിധികൾ ഞങ്ങളോടുണ്ടോ എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് അവരാണ്. നിങ്ങളാണ് അവരോട് ചോദിക്കേണ്ടത് എന്താണോ ഈ മുൻവിധിയുടെ കാരണം. സഭയ്ക്ക് അങ്ങനെ മുൻവിധിയില്ല ഒരാളോടും. പാവാതിരുമേനി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു ഭരണകൂടത്തോടും ഒന്നും മുൻവിധികൾ നൽകുന്ന സഭയ്ക്കില്ല, ഇപ്പോഴും ഇല്ല. ഈ ചർച്ചയ്ക്ക് വേണ്ടി അവർക്ക് തന്നെ മനുഷ്യത്തെ മറുഭാഗത്തെ കൂടുതൽ സഹായിക്കാൻ ചെയ്യുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സഭയെ കൗലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരികയാണ്. കാരണം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരള സർക്കാർ ഓപ്പണായിട്ട് പറയണം എന്താണ് സർക്കാരിന്റെ നിലപാടെന്നത്. കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ അംഗീകരിക്കണമോ വേണ്ടായോ? ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ലല്ലോ. 2017 ജൂലൈ മാസം 3-ാം തീയതി അതിന് തൊട്ട് പിന്നാലെ വന്ന വിധികളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഓർത്തഡോക്സ് സഭ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കേരള ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് ഇതില് എന്ന് അവർ ഓപ്പണായിട്ട് പറയട്ടെ. അപ്പോൾ അതനുസരിച്ച് പ്രതികരിക്കാം. ഞങ്ങളെ അങ്ങനെ ഇതുവരെ ഓപ്പണായിട്ട് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കോടതി അംഗീകരിക്കണമെന്നുള്ളതാണ് പിന്നെ സാമൂഹ്യ നിയമം. ആ നിയമം പാലിക്കണമോ വേണ്ടായോ എന്ന് സർക്കാർ പറയട്ടെ. മുഖ്യമന്ത്രി തന്നെ ഒരു പ്രാവശ്യം ഞങ്ങളെ രണ്ട് അധികാരിയും കൂടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ
മുഖ്യമന്ത്രി പ്രത്യേകമായിട്ട് മുഖ്യമന്ത്രി തന്നെ നോട്ട് ചെയ്തൊരു സംഗതിയാണ്, ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് ഒരു കോടതി വിധിയുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അത് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയെയും ഒക്കെ വിളിച്ച് സംസാരിക്കുകയും സമാധാനത്തിനുള്ളതായ വഴികൾ ആരായുകയും ചെയ്യുന്ന സമയത്തൊന്നും സർക്കാരിന്റെ വശത്ത് നിന്ന് ഒരു പ്രപ്പോസലും ഇതുവരെ വെച്ചിട്ടില്ല. ഇന്ന രീതിയിൽ നിങ്ങൾ തീർക്കാനായിട്ട് സഹായിക്കണം, ശ്രമിക്കണം എന്ന് ഇതുവരെ സർക്കാരിന്റെ ഒരു പ്രതിനിധിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്ന് മാത്രമല്ല, സഭ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ എവിടെ പോയി എന്ന് ദൈവത്തിന് മാത്രം പോയി, ആ പരുവത്തിലാണ്. അതിനുശേഷം ഇങ്ങനെയുള്ളതായ ഒത്താശകൾ നിയമലംഘകർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് സഭയുടെ മറ്റൊരു സ്തുതിയും ഭാവതിരുമേനിയും വന്നതിന് ശേഷം സർക്കാരുമായി ഭാവതിരുമേനി നേരിട്ടാണ് ഇത് നടത്തിയത്. തിരുമേനി ആദ്യം പോയി കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ കണ്ടു. തിരുമേനിയുടെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. എനിക്ക് സമിതികളോട്, നഗരസഭയുടെ സമിതികൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സഭകളുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയുണ്ട്, അവരോട് ആലോചിക്കണം. തിരിച്ചു വന്നു. ഈ സമിതികളെല്ലാം ആലോചിച്ചു മലങ്കര സഭയ്ക്ക് ഈ വിഷയം തീർക്കാൻ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാം. നല്ല കൃത്യമായ ഡിസിഷനോടുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്ററിൽ നമ്മൾ നമ്മുടെ പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായി അനുരഞ്ജനത്തിന്റെ വാതിൽ തുറക്കുന്നു. അത് സ്വീകരിച്ചോ എങ്കിൽ സ്വീകരിച്ചെന്ന് പറയണ്ടേ, സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിച്ചില്ലെന്ന് പറയണ്ടേ, ഇത് രണ്ടുമല്ലെങ്കിൽ ഇന്നത് നിങ്ങൾ ചെയ്യണം എന്ന് പറയണ്ടേ. മൂന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പകരം ഇതാണ് ഏകവിഷയമായി ഞങ്ങൾ ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടാണ് ഏകവിഷയമായി ഒരു സംസ്കാര ശുശ്രൂഷയിൽ പോയിട്ട് ഓർത്തഡോക്സ് വാക്ക് പാലിക്കാത്തവരെന്ന് പറയാം. എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് പറയാൻ സാധിക്കുക? സെമിത്തേരി ബില്ല് കേരള സർക്കാർ ഉണ്ടാക്കിയതാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ പോലും ഓർത്തഡോക്സ് സഭ കേരള സർക്കാർ ഉണ്ടാക്കിയ ഒരു ബില്ലാണ് എന്ന് വിചാരിച്ച് അതിനെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് പള്ളികളിൽ വീണ്ടും സംഘർഷം ഉണ്ടാകും? എന്തുകൊണ്ട് പള്ളികളിൽ സംഘർഷം ഉണ്ടാകും? നിങ്ങൾ പരിശോധിക്കണം. മാധ്യമപ്രവർത്തകർ പരിശോധിക്കുന്ന വിഷയമാണത്. ദേവാലയങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുന്നത് കേരള ഗവൺമെന്റ് സെമിത്തേരി ബില്ല് കൊണ്ടുവന്നിട്ടും ആരാണ് ഉണ്ടാക്കുന്നത്? സെമിത്തേരി ബില്ലിനെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി പെരുമാറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പള്ളിയിൽ കഴിഞ്ഞ് ഈ ഞായറാഴ്ച ഒരു വിഷയമുണ്ട്. സെന്റ് മേരീസ് പള്ളിയില് ഒരു വിഷയമുണ്ടായി. എന്താ വിഷയത്തിന്റെ ആധാരം? ഓർത്തഡോക്സ് സഭാംഗങ്ങളൊന്നും ആ വഴിക്ക് പോയില്ല. പോലീസും മറുവിഭാഗം തമ്മിലാണ് ആ വിഷയം. എന്താ വിഷയം? തിരുമേനി പറഞ്ഞ പോലെ സെമിത്തേരി ഓർഡിനൻസ് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ്. മുമ്പേ പറഞ്ഞ പോലെ ഇത് ട്രസ്റ്റ് ആണെങ്കിൽ പള്ളി മാത്രമല്ല, പള്ളി സെമിത്തേരിയും ട്രസ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ ആ ട്രസ്റ്റ് മറ്റൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അത് സഭ ഹൈക്കോടതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ വഴിക്ക് പോയി. അത് നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു ഓർഡിനൻസ് എന്ന നിലയിൽ ആ ഓർഡിനൻസ് അനുസരിച്ചാണ് ഇപ്പൊ തർക്കമുള്ള പള്ളികളിൽ എന്ത് നടക്കുന്നത്, ശവസംസ്കാരം നടത്തുന്നത്. ആ ഓർഡിനൻസിൽ പോലും ഈ ആളുകളുടെ മൃതശരീരം അവിടെ സംസ്കരിക്കാൻ അനുവാദമല്ലാതെ മറ്റൊരു റിലീജിയസ് റൈറ്റും കൊടുക്കാൻ അവിടെ പെർഫോം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് അവർക്കത് വേണം. അപ്പൊ ഇവർക്കുള്ള വിധി ആരാ പുറപ്പെടുവിക്കുന്നത്? ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ കേരളത്തിലെ ഒരു വിഭാഗത്തിന് വേണ്ടി അവർക്ക് സ്വന്തമായി നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറ്റുമോ? നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് അവരുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലങ്കര സഭയുടെ ടൈറ്റിലായ മലങ്കര പത്രാപുരത്തെ സ്ഥാനം ഇപ്പൊ മലങ്കര സഭ ഉപയോഗിച്ചത് ടൈറ്റിലുകളെല്ലാം ഉപയോഗിക്കുക. അതെന്താണ് ജനാധിപത്യ രാജ്യത്തില്? അങ്ങനെ ഒരു സമൂഹത്തിന് മാത്രമുള്ള ഇമ്മ്യൂണിറ്റി എന്താ? ആ ഇമ്മ്യൂണിറ്റി ആരാ കൊടുക്കുന്നത്? ഞങ്ങളുടെ ചോദ്യം. ആ അധികാര അവകാശങ്ങൾ എന്തിന്റെ പിന്നിലാണ് കൊടുക്കുന്നത്? അത് വേറെ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന് എടുക്കാൻ പറ്റുമോ? അവരുടെ ആവശ്യപ്രകാരം സർക്കാർ ഉണ്ടാക്കിയതാ സെമിത്തേരി ഓർഡിനൻസ്. അതിൽ പോലും ഇല്ലാത്തതാണ് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് വേണ്ടത്. അപ്പൊ ആരാ നിയമം നിശ്ചയിക്കുന്നത്? കോടതികളല്ലേ? പോലീസ് അല്ലേ? ആരാ നിശ്ചയിക്കുന്നത്? എന്താ പറയണ്ട, വോട്ട് വാങ്ങിയാണോ ഇല്ലയോ എന്നൊക്കെ. ഈ പ്രശ്നത്തില് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം വലിയ പോകുന്നുണ്ടായിക്കൂടെ, പ്രതിപക്ഷത്തിന്റെ MLA കൂടെ പോകുന്നു. അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു? ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. ആശാവർക്കർമാരുടെ തലയ്ക്ക് മുകളിൽ കൂടെയാണ് ഈ സംഘം പുറത്തു പോകാനായിട്ട് പോകുന്നത്.
ആ പ്രതിപക്ഷം എന്ത് അഭിപ്രായമാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് അവരുടെ സഭ. ഈ ഇതര ക്രൈസ്തവ പിതാക്കന്മാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാണോ അവരുടെ ഈ എല്ലാ സഭാപിതാക്കന്മാർക്കും മലങ്കര സഭാ തർക്കവും ഈ തർക്കത്തിൽ മേൽ കാലാകാലങ്ങളിൽ സുപ്രീം കോടതി വിധിച്ച വിധികളും എല്ലാം അറിയാവുന്നതാണ്. അത് പഠിച്ചിട്ടാവണം. മലങ്കര ഓർത്തഡോക്സ് അങ്ങനെ പഠിച്ചിട്ടാണ് നിലപാടെടുക്കുക. ഞങ്ങളുടെ സഹോദരി സഭകളും അത് പഠിച്ചിട്ട് ഒരു നിലപാടെടുക്കും എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. അല്ലാത്ത നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൽക്കാലം എന്ത് പറയാം? അങ്ങനെയല്ലേ എടുക്കണ്ടേ? അങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത്. തീർച്ചയായിട്ടും മലങ്കര സഭ അങ്ങനെ നിലപാടെടുക്കൂ. പിന്നെ അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ്